ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഉണ്ണീശോയുടെ ജനന തിരുനാളിനായി ഏറെ തീഷ്ണതയോടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ഇന്ന് ഉണ്ണീശോയുടെ വളർത്തുപിതാവായ വിശുദ്ധ യൗസേപ്പിതാവിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കാം. യൗസേപ്പ് എന്ന ജ്ഞാനിയായ മനുഷ്യനെ നാം ധ്യാനിക്കുമ്പോൾ അനുസരണത്തിൻ്റെ, വിവേകത്തിൻ്റെ, നിശബ്ദതയുടെ, ആത്മസമർപ്പണത്തിൻ്റെ ഉദാത്ത മാതൃകയാണ് നമുക്ക് കാണാൻ കഴിയുക. വിശുദ്ധ യൗസേപ്പ് ദേവപുത്രൻ്റെ വളർത്തുപിതാവാകാൻ വരം ലഭിച്ച ഭാഗ്യവാനാണ്. ഒരു മനുഷ്യൻ്റെ റിയൽ ലൈഫിൽ ഇതൊരു ഭാഗ്യമായി കരുതാൻ മാനുഷികമായി നമുക്ക് സാധിക്കില്ല. കാരണം താൻ സ്വപ്നം കണ്ട വിവാഹ ജീവിതത്തിൽ തൻ്റേതല്ലാത്ത കുഞ്ഞിനെ മകനായി സ്വീകരിക്കുക എന്ന് പറയുന്നത് അത്ര സ്വീകാര്യമായ കാര്യമല്ല. എങ്കിലും വിശുദ്ധ യൗസേപ്പിതാവ് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. ആദ്യം പരിശുദ്ധ അമ്മ ഗർഭിണിയാണ് എന്നറിഞ്ഞപ്പോൾ അമ്മയെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ദൈവഹിതത്തോട് അനുസരണവും വിധേയത്വവുമുള്ള യൗസേപ്പിനെയാണ് നമുക്ക് കാണാൻ കഴിയുക. വിശുദ്ധ യൗസേപ്പിതാവിന് ലഭിച്ച സന്ദേശങ്ങളൊന്നും പരിശുദ്ധ അമ്മയ്ക്കും സക്കറിയ പ്രവാചകനും ലഭിച്ചതുപോലെ മാലാഖ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞതായിരുന്നില്ല. മറിച്ച് സ്വപ്നത്തിലാണ് വിശുദ്ധ യൗസേപ്പിതാവിന് സന്ദേശങ്ങൾ ലഭിച്ചിരുന്നത്. സ്വപ്നത്തിൽ ലഭിച്ച സന്ദേശങ്ങൾ ദൈവഹിതമായി കാണാൻ തക്ക ആഴമായ വിശ്വാസം വിശുദ്ധ യൗസേപ്പിതാവിന് ദൈവത്തോടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ യൗസേപ്പ് നീതിമാനായി ഇന്നും അറിയപ്പെടുക. വിശുദ്ധ ക്രിസോസ്റ്റം പറയുന്നു, നീതിമാനാണ് എന്ന് വിശുദ്ധ യൗസേപ്പിതാവിനെ വിശുദ്ധ ഗ്രന്ഥം പറയുന്നതിന് കാരണം എല്ലാ പുണ്യങ്ങളുടെയും വിളനിലമായതുകൊണ്ടാണ് എന്ന്. അവന് സ്വന്തമായ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും കഴിവുകളും ഉണ്ടായിരുന്നു. അതെല്ലാം ദൈവഹിത നിർവഹണത്തിന് വേണ്ടി വേണ്ടെന്ന് വെച്ചവൻ. സ്വപ്നത്തിൽ ലഭിച്ച സന്ദേശമനുസരിച്ച് ഗർഭിണിയായ മറിയത്തെ ഭാര്യയായി സ്വീകരിച്ചവൻ. ഹെറോദോസിൻ്റെ വാളിൽ നിന്ന് കുഞ്ഞിനെ രക്ഷിക്കാൻ പരിശുദ്ധ അമ്മയെയും കൊണ്ട് യാത്ര ചെയ്തവൻ. തൻ്റെ ഭാര്യയ്ക്ക് കുഞ്ഞിന് ജന്മം നൽകാൻ ഒരു സത്രം പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള നിരാശയ്ക്ക് വിധേയനായവൻ. പരിശുദ്ധ അമ്മ ഉണ്ണിയെ പ്രസവിച്ചപ്പോൾ പ്രസവ ശുശ്രൂഷകൾ തനിയെ ചെയ്യേണ്ടി വന്നവൻ. ഉണ്ണിയെ പുതപ്പിക്കാൻ നല്ല കമ്പിളി പോലും കൊടുക്കാൻ കഴിവില്ലല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടവൻ. എവിടെയാണ് വിശുദ്ധ യൗസേപ്പിന് സന്തോഷിക്കാൻ ഒരവസരം ലഭിച്ചിട്ടുണ്ടാവുക? എങ്കിലും അവൻ സന്തോഷിച്ചു. പരിശുദ്ധ അമ്മയോടും ഉണ്ണീശോയോടും കൂടെ ദൈവഹിതത്തോട് ചേർന്നിരുന്നു കൊണ്ട് അവൻ സന്തോഷിച്ചു. 15-ാം സങ്കീർത്തനത്തിൽ പറയുന്ന മനുഷ്യൻ്റെ എല്ലാ ഗുണവിശേഷണങ്ങളും വിശുദ്ധ യൗസേപ്പിതാവിലുണ്ടായിരുന്നു. 15-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നു, കർത്താവെ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസമുറപ്പിക്കും? നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ. ഈ വിശേഷണങ്ങളെല്ലാം വിശുദ്ധ യൗസേപ്പിതാവിലുണ്ട്. എവിടെയും വിശുദ്ധ യൗസേപ്പിതാവ് സംസാരിക്കുന്നതായി നാം കാണുന്നില്ല. ഈ നിശബ്ദത നമുക്കും മാതൃകയാക്കാം. പോപ്പ് ഫ്രാൻസിസ് ഇപ്രകാരം പറയുന്നു, നിശബ്ദതയുടെ അരങ്ങിൽ മറഞ്ഞിരിക്കുന്നവനും നമ്മുടെ പ്രതിസന്ധി ഘട്ടത്തിൽ രക്ഷയ്ക്കെത്തുന്നവനുമാണ് യൗസേപ്പിതാവ് എന്ന്. ഈ യൗസേപ്പിതാവിൻ്റെ സംരക്ഷണം നമുക്ക് കാവലാകട്ടെ. നമ്മുടെ ഏതവസ്ഥയിലും യൗസേപ്പിതാവിൽ നമുക്ക് ആശ്വാസം കണ്ടെത്താം. കാരണം ജ്ഞാനത്തിലും പ്രായത്തിലും ഉണ്ണീശോയെ പൊന്നുപോലെ വളർത്തിയ യൗസേപ്പിതാവിന് നമ്മെയും വളർത്താൻ കഴിയും. യൗസേപ്പിതാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഉറപ്പായും പരിശുദ്ധ അമ്മയും ഈശോയും നമ്മെ സഹായിക്കാൻ വരും. ഈ ഉറപ്പിൽ നമുക്ക് ജീവിക്കാം. സ്തുതിയായിരിക്കട്ടെ.